ഞാനായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ ക്ലിപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. വെറുപ്പാ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായിട്ടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല അവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരു അമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല? അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മയുണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ? പറഞ്ഞ മനസ്സിലായ? ഓ നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അതിശയിപ്പിച്ചു. കാരണം കുറെ പേരെങ്കിലും ഇതിൽ പല കാര്യങ്ങളും കണ്ടു കാണാൻ സാധ്യതയില്ല. ഒരിക്കലും ഒരു വ്യക്തി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് ഇവർ ഈ സത്യഭാമ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞത്. അതായത് ആദ്യം ഒരു ഇന്റർവ്യൂ നടത്തി അതിൻ്റെ പല പരാമർശങ്ങളും നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ സഹോദരൻ RLV രാമകൃഷ്ണൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവർ പേര് പരാമർശിക്കാതെയാണ് പറഞ്ഞതെങ്കിലും അത്യാവശ്യം ലോകവിവരമുള്ള ആളുകൾക്ക് മനസ്സിലായി ഇവർ ആരെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞത്. വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിറത്തെ പരാമർശിച്ചുകൊണ്ടും സൗന്ദര്യത്തെ പരാമർശിച്ചുകൊണ്ടും ഒക്കെ വളരെ ഹീനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ പറയുണ്ടായി. വിവേചനത്തിൻ്റെ ഒരു എക്സ്ട്രീം കേസാണ് ഇതൊക്കെ. സമൂഹം ഒന്നടങ്കം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, ഓരോ വ്യക്തിയും ചേർന്ന് നിന്ന് സമൂഹം ഒന്നടങ്കം പ്രതികരിക്കേണ്ട ഒരു കേസാണ്. ഒരു ക്ലിപ്പിംഗിൽ പറയുന്നുണ്ട്, അതിനകത്ത് പറയുന്നത് എന്റെ മുന്നിൽ കറുത്ത കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വന്നാൽ എന്ത് ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവരുടെ അടുത്ത് ഞാൻ നേരിട്ട് തന്നെ പറയും, നിങ്ങൾ കോമ്പറ്റീഷന് പോവണ്ട, നിങ്ങൾ പെർഫോമൻസിന് മാത്രം പോയാൽ മതി. എന്താ കാരണം? നിങ്ങൾക്ക് സൗന്ദര്യമില്ല. ഇങ്ങനെ പറയുമെന്നുള്ള ഒരു വീഡിയോ ഞാൻ അവർ പറയുന്നത് മോഹിനിയാട്ടം ചെയ്യാൻ അത്യാവശ്യം സൗന്ദര്യം വേണം, സൗന്ദര്യം ഉള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിന്റെ ജഡ്ജ്മെന്റിൽ അതിൽ സ്കോർ ഷീറ്റിൽ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു പ്രത്യേക കോളമുണ്ട്. അപ്പോൾ അതിന് മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൗന്ദര്യ മത്സരത്തിൽ കറുത്തൊരാൾ വിജയിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട്. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ബേസ്ലെസ് ആയിട്ടുള്ള നികൃഷ്ടതകളുടെയും അതുപോലെ വിവരക്കേടുകളുടെയും അത്രത്തോളം ഹെയ്റ്റിന്റെ ഒരു കൂമ്പാരമാണ് ആ സ്ത്രീ. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ ബഹുമാനിക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. സ്ത്രീ ആയതുകൊണ്ട് ആരെയും ബഹുമാനിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു വ്യക്തിയെ ബഹുമാനിക്കേണ്ട അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അയാളുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു വ്യക്തിയെ ബഹുമാനിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്ത്രീ ആണെന്ന് കരുതി നാളെ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു തീവ്രവാദിയെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മോശം വരുത്തുമെന്ന് തോന്നിപ്പിക്കുന്ന ആരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല. അതൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ആദ്യം ഇക്വാലിറ്റി കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ പറയുമ്പോൾ നമ്മൾ സമൂഹം ഒന്നടങ്കം നിന്ന് അതിനെതിരെ പ്രതികരിക്കുക, ഇങ്ങനെയുള്ള അർബുദങ്ങളെ മുളയിലെ നുള്ളിക്കളയുക. ഇവരുടെ പല പരാമർശങ്ങളും ഇവരുടെ പല പ്രതികരണങ്ങളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടുള്ള ഇവരുടെ പ്രതികരണവും കാണുമ്പോൾ ഇവർ സൈക്കോളജിക്കലി നോർമൽ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുപോലുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതിപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, അത്രയും മാധ്യമ പ്രവർത്തകർ 7-8 മാധ്യമ പ്രവർത്തകർ കൂടി നിൽക്കുമ്പോൾ അവരോടാണ് ഇവർ ഇത്രയും ധാർഷ്ട്യമായിട്ടും ഇത്രയും അഹങ്കാരത്തോടു കൂടിയും ഇത്രയും നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവരുടെ അടുത്ത് മോഹിനിയാട്ടം പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആ കൂട്ടത്തിലൊരു സൗന്ദര്യം കുറഞ്ഞ കുട്ടി ഉണ്ടെങ്കിൽ അവൾ എത്രത്തോളം, അല്ലെങ്കിൽ അവളോ അവനോ എത്രത്തോളം വിവേചനം ഇവരിൽ നിന്ന് നേരിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവർ മാർക്കിടാൻ പോയ പ്രോഗ്രാമുകളിൽ, ഇവർ ജഡ്ജായിട്ടുള്ള പ്രോഗ്രാമുകളിൽ കഴിവുണ്ടായിട്ടും എത്ര കുട്ടികൾ അവിടെ വിവേചനം അനുഭവിച്ചിട്ടുണ്ടാവും.
ഇവരുടെ ഈ സ്വഭാവം കാരണം. ഇത് കറുത്ത കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഒരു കാര്യം ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാത്തിനും മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് ഇതേ ടീച്ചർ മലപ്പുറം ഉപജില്ലയിലെ എൻ്റെ ഒരു കുട്ടി കളിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി കളിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കുട്ടിയാണ് എല്ലാ മുദ്രകളും ശരിയാക്കി പിടിച്ചിട്ടുള്ളൂ, മുദ്രകളുടെ ഭാവത്തോടു കൂടി. കോഡ് നമ്പർ പറഞ്ഞു, ഏത് നമ്പർ എന്ന് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ വിചാരിച്ച എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഒരൊറ്റ പ്രൈസും ഇല്ല, ഫസ്റ്റില്ല സെക്കൻഡില്ല തേർഡും ഇല്ല. അപ്പൊ അതിന്റെ കാരണം അപ്പൊ അത് ഈ കുട്ടി, ഞാൻ പോവാറില്ലേ കലോത്സവ വേദിയിൽ, അങ്ങനെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ചെന്ന്, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നൃത്താധ്യാപകരും കലാകാരന്മാരുമാണ്. അവർ ചെന്ന് ഈ കുട്ടിയെ കൊണ്ട് ചെന്ന് ഇവരുടെ മുമ്പിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു മെൻഷൻ പറഞ്ഞിരുന്നു, ഈ കുട്ടിയാണ് ഈ കോഡ് നമ്പറാണ് ഏറ്റവും നന്നായി മുദ്രകൾ പിടിച്ചതെന്ന്. അതെയോ നിങ്ങളുടെ മകളാണോ അത്, പക്ഷെ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ കുട്ടി എന്താ കാക്കയുടെ പോലെ ഇരിക്കണം ചോദിച്ചു. ഈ കാക്ക പ്രയോഗം അന്നും ചെയ്തു ആ കുട്ടിയുടെ. ശരിക്കും ഇപ്പോൾ സൗന്ദര്യം കുറഞ്ഞു പോയി, കറുത്തു പോയി എന്ന് കരുതി നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ആ ഏത് ആർട്ട് ഫോമാണോ പെർഫോം ചെയ്യുന്ന ആ ആർട്ട് ഫോം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള എന്ന് വേണം പറയാൻ, കഴിവുള്ള എത്ര കുട്ടികൾ വിവേചനം നേരിടുകയും അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള സോഷ്യൽ ക്യാൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഒരു ജഡ്ജ്മെന്റ് പാനലിലൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കലാരൂപം പഠിപ്പിക്കുന്ന ഒരു ഇതിലൊക്കെ കയറിപ്പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും അതപ്പതിച്ച ആളുകളാണോ ഇതിന് മേൽനോട്ടമൊക്കെ വഹിക്കുന്നത്? എന്തായാലും ഇതിനു മുമ്പ് ഇവർ ഇതുപോലുള്ള പരിപാടികൾ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ടാവും, പല രീതിയിലും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ RLV രാമകൃഷ്ണൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് സമൂഹം ഇത് അറിഞ്ഞത്. അപ്പോൾ പല രീതിയിലും ഈ കലാമണ്ഡലത്തിനുള്ളിൽ തന്നെ ഇവരെ പറ്റിയുള്ള പല കംപ്ലൈൻസും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ഒരു ന്യൂസ് ഞാൻ ഇവരെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ട ന്യൂസാണ്, സ്ത്രീധനത്തിന്റെ പേരിൽ എന്തൊക്കെയോ മകന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നുള്ള സ്ത്രീധനത്തിന്റെ പേരിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഒരു അൾട്ടിമേറ്റ് 100% അത്രത്തോളം ആന്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു നികൃഷ്ട ജീവി എന്ന് വേണം പറയാൻ. ഒരു മനുഷ്യനെ കാക്കയുടെ നിറമുള്ളവൻ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക. ഇവരുടെ വിചാരം ഇവരെന്തോ സൗന്ദര്യത്തിന്റെ നിറകുടമാണെന്നുള്ളതാണ്, മിസ് യൂണിവേഴ്സ് ആണെന്നുള്ളതാണ്. ഇപ്പൊ RLV രാമകൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറേറ്റ്, PhD, എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. സ്വന്തം ജീവിതം കലയ്ക്ക് വേണ്ടി ഈ ഒരു മോഹിനിയാട്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നൃത്തം എന്ന് പറയുന്ന ആ ഒരു ഇതിനു വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് ഈ മോഹിനിയാട്ടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ചോ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചോ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഗ്രാഹ്യമായിട്ടുള്ള ബോധമൊന്നുമില്ല. ഞാൻ അതങ്ങനെ വളരെ അധികം എൻജോയ് ചെയ്യുന്ന ഒരാളുമല്ല. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി അതൊരു മോശം കലാരൂപമാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പം ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്കിഷ്ടമുള്ള എല്ലാ മഹത്തായ കാര്യങ്ങളും എനിക്കിഷ്ടമില്ലാത്തതെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ അത് കാണുന്നില്ല, എനിക്കത് കാണാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്നേ ഉള്ളൂ. സോ എനിക്കതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും. സോ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമേ ഈ മോഹിനിയാട്ടം കളിക്കാവൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവിടെ ഒരു വിവേചനം ആ ഒരു നൃത്തരൂപം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നൃത്തരൂപത്തെ അവഗണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോൾ കുട്ടികൾ കറുത്തിരിക്കും. അവർ നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകണ്ട, പഠിച്ചോളൂ. എത്രയോ വേദികൾ, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികയല്ലേ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയും. ആ ഒരു നൃത്തരൂപം ആസ്വദിക്കുന്ന ഈ വരുന്ന ഒരു ബഹുഭൂരിപക്ഷ ജനസമൂഹമാണ്. അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നിറമോ നോക്കാതെ അത് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു സമൂഹം ഇത് ആസ്വദിക്കുമ്പോൾ അതിൽ പറയുകയാണ്, നിങ്ങൾ ആസ്വദിച്ചോ വേണമെങ്കിൽ, പക്ഷെ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉള്ള കുറച്ച് ആഢ്യരായിട്ടുള്ള ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ചേർന്ന് നിന്ന് പറയണം. ഇപ്പം അങ്ങനെയുള്ള കലാരൂപമാണെങ്കിൽ അത് ഞങ്ങൾക്കും വേണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ അതൊരു അടിമ മേധാവി വ്യവസ്ഥയായി പോലെ. ഇത് കാണാനും ആസ്വദിക്കാനും ദൂരെ നിന്ന് മാറി നോക്കി കാണാൻ മാത്രം വിധിക്കപ്പെട്ട കുറച്ചാളുകൾക്ക് മാത്രം അത് അവതരിപ്പിക്കാനുള്ള അംഗീകാരം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കലാരൂപം അങ്ങനെ ഒരു വിവേചനമൊക്കെ കാണിക്കുന്നു. ഇവരെ പോലുള്ള കുറച്ച് ക്യാൻസർ സെൽസ് മാത്രം അങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ. അതുപോലെ കല എന്ന് പറയുന്ന ഒരു സാധനത്തിന് സൗന്ദര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിറം എന്ന് പറയുന്ന ഒരു സാധനം ഒരു തടസ്സമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ ഇതൊരു വിവരം കെട്ട സ്ത്രീയുടെ ജൽപ്പനങ്ങൾ എന്നുള്ള രീതിയിൽ തള്ളിക്കളയാൻ തോന്നുമെങ്കിലും, പക്ഷെ ഈ ഒരു മനോഭാവം ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഇന്നും
പല കലാ മേഖലകളിലും അതുപോലെ തന്നെ കലാമേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും ഉണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷെ അവർക്കൊന്നും സോഷ്യൽ എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് അവരുടെ ഒന്നും തനി നിറം പുറത്തേക്ക് വരുന്നില്ല. ഇപ്പൊ ഇവര് തന്നെ ഇവര് പറയുന്നുണ്ട് 40-45 വർഷത്തിന് മുകളിലായി അവർ ഈ ഫീൽഡിലുണ്ടാകും. എന്നിട്ട് അവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ ഒരു RLV രാമകൃഷ്ണൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ അവരുടെ ആ ആദ്യ ഇന്റർവ്യൂ എടുത്ത ആ മാധ്യമ പ്രവർത്തകൻ വേണ്ടി വന്നു. അർഹതപ്പെട്ട കലാകാരന്മാർക്ക് അവസരം നിഷേധിക്കുകയും ഇപ്പൊ RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഇത്രയും പ്രശസ്തനാകുകയും അദ്ദേഹം പറയുന്ന കേൾക്കാൻ ഇത്രത്തോളം ആളുകൾ, ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് പുറത്തു പറയാൻ സാധിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പുതിയതായിട്ടൊരു കുട്ടി ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവരുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നു അവരുടെ ഇന്റർവ്യൂവിൽ, ഞാൻ പഠിപ്പിച്ചൊക്കെ തരാം, പക്ഷെ വല്ല തെരുവ് സ്റ്റേജിലൊക്കെ പോയി കളിക്കുക, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നും ഇത് എടുക്കാൻ നിൽക്കുന്നത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തൊരു നികൃഷ്ടമായിട്ടുള്ള സ്ത്രീയാണ്. ഇവരെ പോലുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇപ്പൊ തന്നെ വളരെയധികം പ്രതികരണങ്ങൾ വരികയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവരെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം ഒരു ആശ്വാസമുണ്ട്. കാരണം ഇതിനൊക്കെ കൂടി നിന്ന് പ്രതികരിക്കാനും ഇതിനെതിരെ പ്രതിഷേധിക്കാനും അത്രത്തോളം വിവരമുള്ള ഒരു സമൂഹമായിട്ടുണ്ട് നമ്മുടെ, എസ്പെഷ്യലി നമ്മുടെ മലയാളികളുടെ. അപ്പോൾ ഒരു മലയാളി ആയതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു സമയമാണിത്. കാരണം ഇവർ പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പല ആളുകൾ പ്രതികരിച്ചു തുടങ്ങുകയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇവരോട് അത്രയും രൂക്ഷമായ ഭാഷയിൽ നേരിട്ട് ചെന്ന് വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്നുണ്ട്. എന്തായാലും ഇത് ഇങ്ങനൊരു സത്യഭാമയിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ പല കലാമേഖലകളിലും പല സമൂഹങ്ങളിലും ഉണ്ടാവും. അവരെയൊക്കെ പതുക്കെ ഇതുപോലെ തുറന്നു കാണിക്കണം. തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തണം. ഇപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അഹമ്മദ് ഹുസൈൻ സൈനിങ് ഓഫ്. സത്യഭാമ ശാരവ കളിയാടിടാ കാലിന്തിയോരം ഊയലിൽ